മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിന്റെ അമരത്ത് കസേരയിട്ടിരുന്നിട്ടും വി ഡി സതീശന് ഒരു ഗുമ്മില്ലാത്ത അവസ്ഥ. സത്യപ്രതിജ്ഞ കഴിഞ്ഞതു മുതൽ തന്നെ ചില തിരിച്ചറിവുകൾ വി ഡി സതീശൻ ഉണ്ടായിക്കഴിഞ്ഞു. അതായത് തന്റെ തലയ്ക്ക് മുകളിൽ കെ.സിയുടെ അദൃശ്യ ശക്തി ഇപ്പോഴും പിടിമുറുക്കിയിരിക്കുന്നു. ഭരണത്തിൽ കെ.സിയുടെ ഒരു കൈ ഉണ്ടാകും എന്ന് വി ഡി സതീശന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒടുക്കം രാഹുൽ ഗാന്ധിയുടെ ഒരു കുറിപ്പിൽ നിന്ന് പോലും അങ്ങ് തലപ്പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്നത് കെ.സി വേണുഗോപാൽ. ഇതോടുകൂടി സതീശൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക്, മനോവിഷമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ടീം UDF എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ ഗംഭീരമായി തന്നെ കഴിഞ്ഞു. പക്ഷേ വി ഡി സതീശന്റെ ആ ഒരു പ്രഭാവം അതിന് മങ്ങലേൽക്കുന്നു. അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ കെ.സി വേണുഗോപാൽ ആണ് എന്നുള്ള തിരിച്ചറിവ് സതീശനുണ്ട്. അതുകൊണ്ട് സതീശൻ ഇനി കെ.സി വേണുഗോപാലിനെ എങ്ങനെയും കേരളത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് കടക്കും. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു കുറിപ്പിൽ പോലും വി ഡി സതീശൻ അസ്വസ്ഥനാകുകയാണ്. നീണ്ട കാത്തിരിപ്പുകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് എല്ലാ പിളർപ്പുകളെയും ഒന്ന് മറികടന്നുകൊണ്ടാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും ഒരേപോലെ ചർച്ചയാകുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക പ്രതികരണം. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെയും പുതിയ മന്ത്രിമാരെയും അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ പങ്കുവച്ച കുറിപ്പിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് ആർക്കാണ് എന്ന കാര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ സൂചന ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചില വിലയിരുത്തലുകൾ നടത്തുന്നത്. പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഹൃദയപൂർവ്വം ആശംസിക്കുമ്പോഴും എല്ലാ ആശംസകൾ നേരുമ്പോഴും ഈ കഠിനമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചത് AICC ജനറൽ സെക്രട്ടറി കെ.സി വേണുഗോപാൽ ആണെന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുകയാണ്. ഇതാണ് വി ഡി സതീശനെ അസ്വസ്ഥനാക്കുന്നത്. ഒറ്റയ്ക്ക് പടവെട്ടി വന്ന് ഒരു കൂട്ടത്തെ ഉരുവാക്കി തനിക്കൊപ്പം നിർത്തിക്കൊണ്ട് ഹൈക്കമാൻഡിനെ പോലും അവരുടെ തീരുമാനങ്ങളെ പോലും പൊളിച്ചെഴുതിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് വി ഡിയെ പൊക്കിയടിക്കുമ്പോൾ വി ഡിയുടെ PR ടീം ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാടാ എന്ന് പറയുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവന് ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എന്ന് ഈ സത്യപ്രതിജ്ഞയോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. കാരണം ഒരു കൂട്ടം ശത്രുക്കൾക്ക് നടുവിലേക്ക് വി ഡി സതീശൻ വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള കടുത്ത മത്സരത്തിൽ വി ഡി സതീശനോട് അവസാന നിമിഷം പിന്തള്ളപ്പെട്ടു പോയ തന്റെ വിശ്വസ്തനായ കെ.സി വേണുഗോപാലിനെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാതിരിക്കാനുമുള്ള രാഹുലിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇപ്പോൾ രാഹുൽ തന്നെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാകുന്നത്. അതായത് കെ.സിയെ പിണക്കിക്കൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രാഹുലും പറഞ്ഞു വെക്കുകയാണ്. അപ്പോഴും തലപ്പൊക്കത്തിൽ ദേ കെ.സി വേണുഗോപാൽ. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത് ആരാണ്? വി ഡി സതീശൻ. പക്ഷേ അതിന് മങ്ങലേൽക്കുന്നു. വീണ്ടും ഉയർന്നുയർന്ന് കേൾക്കുന്നത് കെ.സി വേണുഗോപാലിന്റെ പേര്. രാഹുൽ ഗാന്ധിയുടെ കുറിപ്പ് പരിശോധിച്ചാൽ നമുക്ക് ചിലതൊക്കെ വ്യക്തമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ സർക്കാരിനെ അണിയിച്ചൊരുക്കിയ കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം കേരളത്തിന്റെ ശബ്ദമായി മാറാൻ പോകുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെയും മന്ത്രിസഭയ്ക്കും എല്ലാ പിന്തുണയും ആശംസകളും കൊടുക്കുന്നു. എന്നാൽ തൊട്ടടുത്ത വരിയിലാണ് ഈ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഈ ക്യാമ്പിനെ മുൻനിരയിൽ നിന്ന് നയിച്ച കെ.സി വേണുഗോപാൽ ജിക്ക് നന്ദി എന്നായിരുന്നു രാഹുൽ കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടുത്ത അണിയറ നീക്കങ്ങൾ നടക്കുകയും ഭൂരിഭാഗം MLA-മാരുടെയും ഘടകകക്ഷികളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയോടെ വി ഡി സതീശൻ ആ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുലിന്റെ ഈ പ്രയോഗം തികച്ചും ഒരു പ്രധാനപ്പെട്ടത് തന്നെയാണ്. UDFന് ലഭിച്ച ഈ ചരിത്ര വിജയത്തിന്റെ പടനായകൻ കെ.സി വേണുഗോപാൽ തന്നെയാണ് എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇവിടെ വി ഡിയെ ഉയർത്തിക്കാട്ടുന്നവർ പറയുന്നത് ഇതിന്റെ പൂർണ്ണ ക്രെഡിറ്റും കൊടുക്കേണ്ടത് വി ഡി സതീശനാണ് എന്നാണ്. അങ്ങനെ വീണ്ടും ഒരു ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം കെ.സി വേണുഗോപാലിനോടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് എന്ന്. എന്നാൽ മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി വി ഡി സതീശൻ ആ കസേര ചൂണ്ടിയെടുത്തു എന്നുള്ളതാണ് വസ്തുത.
ഹൈക്കമാൻഡിനെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഒരു ചർച്ച വരെ ഇവിടെ വന്നിരുന്നല്ലോ. എന്തായാലും KC വേണുഗോപാലിൻ്റെ കരങ്ങൾ ഈ സർക്കാരിൽ പിടിമുറുക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഭൂരിപക്ഷം MLA-മാരും അത് KCക്കൊപ്പമാണ്. മാത്രമല്ല KC നിർദ്ദേശിച്ച എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു VD സതീശന്. ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി VD സതീശന് പലതും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി കസേര പോലും വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെയും രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു വിജയം കൊയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേര അല്ലെങ്കിൽ ആഭ്യന്തര കസേര, എന്തായാലും കിട്ടിയത് കിട്ടി. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഹാപ്പിയാണ്. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഉറച്ച പിന്തുണ സതീശന് വലിയ രീതിയിൽ ഗുണം ചെയ്തു. പക്ഷേ മറ്റു പലരെയും ഇതിനിടയിൽ വെറുപ്പിക്കേണ്ടി വന്നു VD സതീശന്. ഈ വെറുപ്പിനെ വീണ്ടും ഒരു സ്നേഹത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും VD സതീശന്. അത് എത്രത്തോളം ദുഷ്കരമായിരിക്കുമെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. കാരണം സത്യപ്രതിജ്ഞാ വേദിയിൽ പോലും KCയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ആ ഇടപെടൽ VD സതീശന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം DK ശിവകുമാറിനെയും അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിയെയും ഒക്കെ കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് KC വേണുഗോപാലിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വൻതുക കോടികളാണ് KC വേണുഗോപാൽ ഇറക്കിയതും. ഇതെല്ലാം ചില കണക്കുകൂട്ടലിലായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. പക്ഷേ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് KCക്ക് ഇപ്പോഴും ഉള്ളത്. അവിടെയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും വന്നപ്പോഴത്തേക്ക് ഒരു വലിയ ആൾക്കൂട്ടം അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയം ഇളകി മറിയുകയായിരുന്നു ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാറിന് വേണ്ടി, DK ശിവകുമാറിന് വേണ്ടി. നമ്മൾ ബാഹുബലി സിനിമയിൽ ഒരു സീൻ കണ്ടിട്ടില്ലേ? പ്രഭാസ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കുണ്ടാകുന്ന ആ ഒരു പ്രകമ്പനം, ആ ഒരു ഓളം, അതിലേക്കായിരുന്നു DK ശിവകുമാർ ഒന്ന് കൈവീശി പുഞ്ചിരിച്ചുകൊണ്ട് ആ വേദിയിലേക്ക് കയറി വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ഓറ. ഇതോടുകൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ സൈഡായി പോയി എന്നുള്ള ചില ട്രോളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ അവരെയൊക്കെ ഒന്ന് വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് സതീശനെ ഒന്ന് പിറകിലേക്ക് വലിക്കുക എന്നുള്ള നീക്കം KC വേണുഗോപാലിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ഏറെക്കുറെ നടപ്പായി എന്ന് വേണം പറയാൻ. കാരണം ഇവരൊക്കെ വേദിയിൽ തിങ്ങി നിറഞ്ഞതോടുകൂടി സതീശൻ്റെ ഒരു സ്പേസ് കുറച്ചൊന്ന് മങ്ങിപ്പോയതായിട്ട് ഒരു ചർച്ച വരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരും ഇത് എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം KCയുടെ കൃത്യമായ പ്ലാനിങ് തന്നെയാണ് എന്നുള്ളതും വ്യക്തമാണ്. കാരണം DK ശിവകുമാറുമായിട്ടും രേവന്ത് റെഡ്ഡിയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് KC വേണുഗോപാലിന് ഉള്ളത്. KC വിളിച്ചാൽ അവരൊക്കെ എത്തുകയും ചെയ്യും. അങ്ങനെ വലിയൊരു പ്രബല ശക്തി അത് KCക്ക് പിന്നിലുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. വെടികൊണ്ട സിംഹത്തെ പോലെ ആയിരുന്നു KC വേണുഗോപാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തലേ ദിവസം തലസ്ഥാനത്ത് പറന്നിറങ്ങിയത്. ഉള്ളിൽ ചില നീറ്റലുകളൊക്കെ KC വേണുഗോപാലിനുണ്ട്. അത് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതുമല്ല. ഇവിടെയാണ് നമ്മൾ VD സതീശന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളത് വ്യക്തമാകുന്നത്. കാരണം ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമില്ല. ഈ ഭരണപക്ഷ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നുള്ള ചില പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ അത്ര തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം കല്ലും മുള്ളുമൊക്കെ ഒരുപാട് ചവിട്ടി വീണ്ടും കയറേണ്ടി വരും VD സതീശന്.